പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവങ്ങളുമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം ഈ ലോകത്തിൽ ഉള്ളതിന് വേണ്ടി ആശ്രയിച്ചു നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലല്ല, നമ്മുടെ പൗരത്വം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആണ് എന്ന തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. ഒരുപക്ഷെ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പൗരത്വത്തിന് വേണ്ടി ആധാർ കാർഡിൽ നമ്മുടെ പേര് കാണും, റേഷൻ കാർഡിൽ നമ്മുടെ പേര് കാണും, ഐഡിയ പ്രൂഫിൽ നമ്മുടെ പേര് കാണും, വിവിധ മേഖലകളിൽ നമ്മുടെ പേര് കാണും. റേഷൻ കാർഡിൽ നമ്മുടെ പേര് പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റേഷൻ ലഭിക്കുകയുള്ളൂ. ആധാർ കാർഡിൽ നമ്മുടെ പേര് പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ഏത് സാഹചര്യങ്ങളിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പൗരത്വമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള പലവിധമാകുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും ഭൂമിയിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഭൂമിയിൽ പൗരത്വം ആഗ്രഹിച്ച് പലതിനെ നാം ആഗ്രഹിച്ച് നേടാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ ഈ ഭൂമിയിൽ വലിയ ആളായി കാണാൻ ആഗ്രഹിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, ഇതൊക്കെ താൽക്കാലികമാണ്. എൻ്റെ റേഷൻ കാർഡിലെ പേര് താൽക്കാലികമാ, എൻ്റെ ആധാർ കാർഡിലെ പേര് താൽക്കാലികമാ, എൻ്റെ ഐഡിയ പ്രൂഫിലെ പേര് താൽക്കാലികമാ, ആധാറും പാനും തമ്മിൽ ലിങ്ക് ചെയ്തിടുന്നത് താൽക്കാലികമാ. ഇതെല്ലാം ഇവിടം കൊണ്ട് അസ്തമിക്കുവാൻ, ഇവിടം കൊണ്ട് നഷ്ടപ്പെടുവാനിടയായിത്തീരും. ഇതൊന്നും നമുക്ക് നിത്യതയുടെ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ച് പറയുന്നു, ഇവിടുത്തെ പൗരത്വം ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു പൗരത്വം നമുക്കുണ്ട്. അത് നിത്യതയുടെ മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പൗരത്വമാണ്. ആ പൗരത്വത്തിൽ ഈ ഭൂമിയിൽ നാം ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യുന്നത് പോലെ സ്വർഗത്തിൽ നിത്യതയുടെ മേഖലയിൽ നാം എത്തിച്ചേരണമെങ്കിൽ സർവശക്തനായ ദൈവവുമായി നാം ഒരു ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആ പൗരത്വം പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്, ഞാൻ പോയതുപോലെ മടങ്ങി വരും, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പം നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ, നമ്മളെ സ്വർഗത്തിലെ പൗരത്വത്തിലേക്ക് അംഗീകരിക്കുവാൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവം നമുക്ക് മുന്നമേ സ്വർഗോന്നതങ്ങളിൽ കരകയറി പോകുവാനിടയായി തീർന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പൗരത്വം ഉറപ്പുവരുത്തേണ്ടത് നമ്മളാണ്. അതിനാധാരമായിട്ട് ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അപ്പം നമ്മളുടെ പൗരത്വത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ പൗരത്വം മുഴുവനും ഇവിടെ അവസാനിക്കും. ആ പൗരത്വം കൊണ്ട് സ്വർഗത്തിൽ നമുക്ക് യാതൊരുവിധ പ്രയോജനമില്ല. എന്നാൽ സ്വർഗത്തിൽ ഒരു പൗരത്വമുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ വചനത്തെ നാം മുറുകെ പിടിക്കുവാനിടയായി തീരണം. അതിന് 18-19 വാക്യത്തിൽ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായത് അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പൊ ലോകത്തിലുള്ളതിൽ പലരും ആശ്രയിച്ചു നിൽക്കുമ്പോൾ
ലോകത്തിലുള്ളതെ ആശ്രയിച്ച് അതിൽ ഇമ്പം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവേദന നിനക്കൊരു പൗരത്വമുണ്ട്, അത് സ്വർഗത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമായി വിളിച്ചു. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നാം ദൈവവുമായിട്ട് ഒരു ബന്ധം ലിങ്ക് ചെയ്യുവാനിടയായി തീരണം. എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് നിന്റെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യുന്നത് പോലെ നിന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും തമ്മിലൊന്ന് ലിങ്ക് ചെയ്യപ്പെടുവാൻ ഇടയായി തീരുന്നു എങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ഹൃദയത്തെ ഒന്ന് ലിങ്ക് ചെയ്യുന്ന അനുഭവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു അനുഭവത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ പൗരത്വം നഷ്ടപ്പെടാതെ നിത്യതയിൽ ഒരു പൗരത്വം നൽകി തരുവാനിടയായി തീരും. എബ്രായലേഖനം 13:14 ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതിനെ നാം അന്വേഷിക്കുന്നു. അപ്പോൾ വരുവാനുള്ള ഒരു ലോകത്തെക്കുറിച്ച് നാം അന്വേഷിച്ച് ആ ഒരു നിത്യതയുടെ മേഖലയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. കൊലോസ്യ ലേഖനം 3:2 ഇങ്ങനെ പറയുന്നു, മുകളിലുള്ളതിനെ ചിന്തിപ്പിൻ, ഭൂമിയിലുള്ളതിനെ അല്ല. അപ്പൊ മുകളിലുള്ളതിനെ, സർവശക്തനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത മർമ്മത്തെ ചിന്തിക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ പൗരത്വം നഷ്ടപ്പെടാതെ നിത്യതയിൽ എത്തിച്ചേരുവാൻ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൂടെ പ്രത്യാശയുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.